ടെലിഗ്രാം ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കുന്നില്ലേ? ഇനി ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി എന്തായാലും ഉപയോഗിക്കണം. കാരണം വാട്സാപ്പിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റിയും പ്രൈവസിയും തരുന്ന ഒന്നാണ് ടെലിഗ്രാം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് ട്രിക്കുകളാണ്. നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും ടെലിഗ്രാം ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ പുതിയ സിനിമകൾ വരുന്ന സമയത്ത് അത് കാണാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് മാത്രമാണോ ടെലിഗ്രാമിൻ്റെ ഉപയോഗം? ചാറ്റ് ചെയ്യാം, അത് വേറൊരു കാര്യം. പക്ഷേ നമ്മളറിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ ടെലിഗ്രാമിലുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ്, നിങ്ങൾ ടെലിഗ്രാം ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ കൂടി ഇപ്പോൾ തന്നെ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ടെലിഗ്രാമിലൂടെ സെറ്റ് ചെയ്ത് വയ്ക്കും. അത് നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിനും 24/7 കൂടുതൽ ഗുണകരമാവുകയും ചെയ്യും. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നല്ലേ? അതിനു മുന്നേ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keerus.in ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ ടെലിഗ്രാമിൽ കുറച്ച് വ്യത്യസ്ത ബോട്ടുകളെ നമ്മുടെ കോൺടാക്റ്റിലോട്ട് ആഡ് ചെയ്യുകയാണ്, വ്യത്യസ്ത സർവീസുകൾ നൽകുന്നവ. അപ്പോൾ ആ ബോട്ടുകളുടെ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഒരു സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ബോട്ടാണോ വേണ്ടത് ആ ഒരു ബോട്ടിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ബോട്ട് ഡോക്ടർ വെബ് എന്ന് പറയുന്ന ആൻറ്റി വൈറസ് സ്കാനറാണ്. നമുക്ക് ഇതുപോലെ സ്റ്റാർട്ട് എന്ന് കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഡീറ്റെയിൽസുകളാണ് വരുന്നത് കാണാൻ കഴിയുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലൊക്കെ ഇതുപോലെ പലതരത്തിലുള്ള ലിങ്കുകൾ വരാറുണ്ട്. ഒരു പക്ഷേ അതിൽ സ്പാം അല്ലെങ്കിൽ മാൽവെയർസ് ലിങ്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പലതരത്തിലുള്ള ഓഫറുകൾ നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ജസ്റ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഡോക്ടർ വെബിൻ്റെ ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ട് ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസുകളും നമുക്ക് എടുത്തു തരുന്നതാണ്. ഇപ്പോൾ ഇതൊരു നോർമൽ ലിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു തരത്തിലുള്ള ഡിറ്റക്ഷനും ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് എഴുതി വന്നത് കാണാൻ കഴിയും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജിമെയിലിൻ്റെ ഒരു ബോട്ടാണ്. നമുക്കിതുപോലെ സെർച്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ഫോണിൽ ഉള്ള ജിമെയിൽ ഈ ഒരു ബോട്ടുമായിട്ട് കണക്ട് ചെയ്യണം. പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് ജിമെയിലിൻ്റെ വെരിഫൈ ചെയ്ത ബോട്ടാണ്. ഇവിടെ ഓതറൈസ് മീ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ കൊടുക്കാം. ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണോ കൊടുക്കേണ്ടത് ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലോ എന്ന് കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്ന മെയിലുകൾ ഇതുപോലെ ടെലിഗ്രാമിൽ അപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. എനി സേവ് എന്ന് പറയുന്ന ഒരു ബോട്ടിനെയാണ്. നമുക്ക് എവിടെ നിന്ന് എന്ത് ലിങ്ക് കിട്ടിയാലും ആ ലിങ്ക് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫയൽ ഈ ഒരു ബോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തരും. അപ്പോൾ ചില ഇഷ്യൂസ് ഉള്ള കാരണം ഞാനത് കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്തത് നമ്മൾ ടെമ്പ് മെയിൽ എന്ന് പറയുന്നൊരു ബോട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു മെയിൽ വേണം, അതായത് കുറച്ച് സമയത്തിന് ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കണമെങ്കിൽ ഒരു ടെമ്പററി മെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് നമുക്കത് തരും. ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു മെയിൽ ഐ ഡി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ മെയിൽ ഐ ഡിയിലോട്ട് വരുന്ന മെയിലുകളെല്ലാം നമുക്കിവിടെ കാണാനും കഴിയും. അടുത്തതായിട്ട് നമ്മളിതുപോലെ തന്നെ ഒരു വൈറസ് സ്കാനിങ്ങിൻ്റെ ഒരു ബോട്ട് തന്നെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഫയൽ ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് അതിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പറഞ്ഞു തരും. ഇനിയിപ്പോൾ എന്തെങ്കിലും ലിങ്കുകൾ കൊടുത്താലും ശരി അത് വളരെ വ്യക്തമായിട്ട് പരിശോധിച്ച് തരും, നമുക്കത് ചെക്ക് ചെയ്യാം.
ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ മെമ്മറിയിൽ നിന്ന് ഇവിടെ ഇൻസ്റ്റാളർ എന്ന് പറയുന്നൊരു APK ഈ ഒരു ബോട്ടിന് സ്കാൻ ചെയ്യാൻ കൊടുക്കുകയാണ്. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഫയലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരും. നമുക്കിവിടെ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡിറ്റക്ഷൻ എന്തൊക്കെയുള്ളത് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. കണ്ടോ, ആൻഡ്രോയിഡ് ഫേക്ക് ആപ്പ്. ഇതിൽ ടോർജാൻ എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ലക്കി പാച്ച് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അത്ര സേഫ് അല്ല എന്ന് തന്നെയാണ് ഈ ഒരു ബോട്ട് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. ഇന്ന് പങ്കുവെച്ച ഈ ടെലിഗ്രാമിൻ്റെ സീക്രട്ട് ട്രിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, കെരൂസ്.